നിരന്തരം മനുഷ്യരാവണം. ഇന്ന് നിങ്ങൾ മനുഷ്യരാവാൻ എന്താ ചെയ്ത? നിങ്ങൾ ഇന്ന് മനുഷ്യരാവാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഇന്ന് നിങ്ങൾ മനുഷ്യരാവും. ഇന്ന് ഉച്ചവരെ നിങ്ങൾ ഒരു ക്ലാസ് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരായി. അല്ലാതെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, വിസർജനം നടത്തി, ഭക്ഷണം കഴിച്ചു, അല്ലെ, കുളിച്ചു, കിടന്നുറങ്ങി, ഈ പണി മാത്രം എടുത്താൽ നിങ്ങൾ മനുഷ്യരാവില്ല. കാരണം അതെല്ലാം മൃഗങ്ങൾ കുളിക്കുന്നില്ലെങ്കിലും ബാക്കി ശരീരത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നില്ലേ? ശരീരത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നിങ്ങൾ മനുഷ്യരാവുന്നില്ല, മൃഗമേയാവൂ. നിങ്ങൾ മനുഷ്യനാവുന്നത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. ആ സോഫ്റ്റ്വെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്താ മാർഗം? നിങ്ങൾ ചിരിക്കണം, ചിന്തിക്കണം, പാട്ടുപാടണം, സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കണം. ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് പ്ലസ് ചെയ്യണം. എന്താ ഈ പ്ലസ്? A+ വേണ്ടേ? +1 പഠിക്കുന്നില്ലേ? +2 പഠിക്കുന്നില്ലേ? പ്ലസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വികാസത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ ഫുൾ A+ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ പട്ടി കടിക്കാം. അപ്പൊ പട്ടിയോട് ഞാൻ ഫുൾ A+ എന്നെ കടിക്കല്ല എന്ന് പറഞ്ഞാൽ ആ പട്ടി ഫുൾ A+ ആയതുകൊണ്ട് അയ്യോ നല്ല ചെക്കനാ അതുകൊണ്ട് കടിക്കണ്ടെന്ന് വെച്ച് പോവോ? നായിക്ക് എന്ത് ഫുൾ A+? ചാൻസ് കിട്ടി ആരെയും കടിക്കൂലേ പട്ടി? അല്ലേ? ജഡ്ജിനെ കടിച്ച വാർത്ത കണ്ടില്ലേ നിങ്ങൾ? അല്ലേ? അപ്പൊ പട്ടി കടിക്കാൻ വന്നാ നമ്മൾ എന്ത് ചെയ്യണം? മരത്തുമ്മ ഓടി കയറാൻ പഠിക്കണ്ടേ? മരത്തിൽ കയറുന്നത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയുള്ളൊരു വര അടവൊക്കെ അത് മറന്നുപോലെ. മഴവെള്ളം വന്ന് വെള്ളം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നീന്തണ്ടേ? നീന്തൽ ഇങ്ങനെയല്ലേ? അപ്പൊ മരത്തുമ്മ കയറുന്നത് ഇങ്ങനെ, നീന്തൽ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയും വരച്ചാ എന്താ? പ്ലസ് പിടിക്കുക. നിങ്ങൾ ജീവിതം A+ ആവണമെങ്കിൽ മരത്തുമ്മ കയറാനും പഠിക്കണം, നീന്താനും പഠിക്കണം. വേണ്ടേ? ഇത്രയും മഴയും പുഴയും പ്രളയവും നടക്കുന്ന ഈ കേരളത്തിൽ 10ാം ക്ലാസ്സിൽ എത്തുന്നതിലിടക്ക് തന്റെ കുട്ടിയെ നീന്താൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കുക, ഈ അച്ഛൻ എന്ത് കൊച്ചനാ? ഞങ്ങൾ ഇത്ര കാലമായിട്ട് നീന്തം പഠിപ്പിച്ചോ എന്ന് ചോദിക്കണം. നീന്തം പഠിപ്പിക്കുന്നത് വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാൻ മാത്രമല്ല കേട്ടോ. നീന്തൽ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യത്തിലൊന്നാണ്. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോവുക, വെള്ളത്തിന്റെ ഉള്ളിലൂടെ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിന്റെ നടുക്കൂടെ മുങ്ങി നീന്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമില്ലേ? ആ സുഖം ഈ ജന്മം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യനായ? എന്തൊരു സുഖാന്നറിയോ? അതുകൊണ്ട് നീന്താൻ പഠിക്കണം, സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം, മരത്തിൽ കയറാൻ പഠിക്കണം. ഇതെല്ലാം ചേരുമ്പോൾ മാത്രമേ നമ്മൾ പ്ലസ് ആവുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും പ്ലസ് ആവണം.